ജസ്ന സലീമിന് ഇനി മതമില്ല, മനുഷ്യനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഹൗസ് വാമിംഗ് ഒഫീഷ്യലായിട്ട് വരുന്നത് ജൂൺ 1-ാം തീയതിയാണ്. ഇന്ന് പുലർച്ചെ സുബഹി നിസ്കാരത്തോടൊപ്പം ഞങ്ങൾ വീട്ടിലേക്ക് കയറി. മതം വിട്ട ആളാണ്, മതം വിട്ടാലും വേണ്ടില്ല, പാലുകാച്ചൽ സുബഹിസ്കാരം കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. അത് വല്ലാത്തൊരു പൊളിയായി പോയി. നമസ്കാരം, ഞാൻ ജസ്ന സലീം. നിങ്ങൾക്ക് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. സാക്ഷാൽ ഉണ്ണിക്കണ്ണന്റെ ചിത്രം വരച്ച് പ്രശസ്തി നേടിയ ഒരു കൊച്ചു ചിത്രകാരി. ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് എത്തിയത് ഒരു കുഞ്ഞു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇതുവരെയായിട്ട് ജസ്ന സലീം എന്ന വ്യക്തി മുസ്ലിം മതസ്ഥ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു നിമിഷം ഞാൻ നിങ്ങളോട് പറയാണ്, എനിക്ക് മതമില്ല, എനിക്ക് മതത്തിന്റെ പേരിൽ അറിയപ്പെടാനും ആഗ്രഹമില്ല. ഇനി എനിക്ക് മനുഷ്യനായിട്ട് ജീവിക്കാനാണ് ആഗ്രഹം. എന്നോട് ഇനി ഏത് മതസ്ഥയാണെന്നോ ഞാൻ എന്താണെന്നോ എന്നോട് ചോദിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നീ തട്ടമിട്ടോ തട്ടമിട്ടില്ലയോ, പൊട്ടു തൊട്ടില്ലയോ, അങ്ങനത്തെ ഒരു ചോദ്യങ്ങൾക്കും ഇനി പ്രശസ്തിയില്ല. ജസ്ന സലീമിന് ഇനി മതമില്ല, മനുഷ്യനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ല ജസ്ന, നിന്നെ ആരെങ്കിലും ഈ ഇസ്ലാം മതത്തിൽ പിടിച്ചു വെച്ചിട്ടുണ്ടോ? ആരെങ്കിലും നിന്നെ ഈ മതത്തിൽ വിട്ടുപോകരുത് പൊന്നു ജസ്ന, നീ വിട്ടുപോയി കഴിഞ്ഞാൽ ഇസ്ലാം ഇല്ലാണ്ടാവും, പ്ലീസ് നീ തട്ടം അഴിക്കരുതേ. നീ തട്ടം അഴിച്ച് അല്ലെങ്കിൽ മറ്റൊരു മതത്തിലോട്ട് അല്ലെങ്കിൽ മറ്റേ മതം ഇല്ലാണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന് എന്തെങ്കിലും പറ്റും നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ നീ എന്തിനാ ഇവിടെ നിന്ന് ഇങ്ങനെ കിടന്നിട്ട് കഷ്ടപ്പെടുന്നത്? അത് കണ്ടന്റ് തീർന്നു അല്ലേ? നമ്മുടെ 18ാമത്തെ ആത്മഹത്യാ നാടകം പൊളിഞ്ഞു, അതിനുശേഷമുള്ള കണ്ടന്റ് വരെ മൊത്തത്തിൽ പൊളിഞ്ഞു, സംഖ്യകൾ കൈവിട്ടു, പിടിച്ചു വെക്കാൻ ആരുമില്ല, സുരേഷ് ഗോപിയണ്ണം പോയി, മോദിജി പോയി, അമിത്ജി പോയി, ഇനി ആരുണ്ടല്ലേ? അപ്പം ഇനി അടുത്ത പരിപാടി നമുക്ക് മതം മാറുക. എൻ്റെ പൊന്നു ജസ്ന, നീ മതം മാറിയതുകൊണ്ട് ഈ ഇസ്ലാമിൽ ഒരാൾ പോലും നിന്നെ തിരിച്ചു വിളിക്കാനോ അല്ലെങ്കിൽ പ്ലീസ് ജസ്നെ കാല് പിടിച്ച് ജസ്നെ മതം വിട്ട് പോരുതോ പറയാൻ ആരും വരുന്നില്ല. അത് ആ ഒരു ബേസിക്, നീ പോയി കഴിഞ്ഞാൽ അത്രയും നല്ല ഓക്കെ. ഇനി ഇസ്ലാമിൻ്റെ പേരിലും പറഞ്ഞിട്ട് ഇവളെയും പറഞ്ഞിട്ട് ഈ ഇസ്ലാമിനെ കുറ്റം പറയും അല്ലെങ്കിൽ ഇസ്ലാമിനെ കളിയാക്കില്ലെന്ന് ആൾക്കാർ വിചാരിക്കുകയുള്ളൂ. നീ ഇത് കുറേ പണ്ടേ ചെയ്യണമായിരുന്നു ഞങ്ങൾ പറയുന്നത്. അത് നടക്കൂലല്ലേ? നമ്മുടെ 16 ലക്ഷം അല്ലെ 17 ലക്ഷത്തിൻ്റെ വീട് ആണ് ജസ്നെ വെച്ചതെന്നാണ് പറയുന്നത്. വീട് കണ്ടാൽ 17 അല്ല കേട്ടോ, മതിപ്പോൾ തോന്നുന്നു, അത് പോട്ടെ, അതെങ്ങനെ അവരുടെ ഇഷ്ടം. പക്ഷെ ആ വീട് വെച്ച് കഴിഞ്ഞതോടുകൂടി എന്താ കണ്ണൻ്റെ വര നിന്നെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സംഖ്യകൾ തന്നെ നിന്നെ ആട്ടിപ്പായിപ്പിച്ചു എന്നുള്ള എല്ലാവർക്കും അറിയാം. സംഖ്യകളുടെ ഏതൊരു ഗ്രൂപ്പ് എടുത്തു നോക്കിയാലും അവന്മാർ ഇത്രയും കാലം പൊക്കി പിടിച്ച് അവന്മാർ താഴെട്ടു. ഇതൊക്കെ തന്നെയാണ് മറ്റു എച്ചിലുകൾക്കും വരാൻ പോകുന്നത്, വേറെ കാര്യം. പക്ഷെ ഇനിയിപ്പോൾ നമുക്കാകെ ഞാൻ മതം വിട്ടു, ഇപ്പം മതം വിട്ടു, നമ്മൾ ഞാൻ ഈ ഹിന്ദു മതത്തിലോട്ട് വരട്ടെ എന്ന് ചോദിച്ചു നോക്കേണ്ടി അവന്മാർ ആട്ടി ഓടിക്കുകയുള്ളൂ. ഇതിന് നീ നിൽക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ, നീ നിൽക്കുന്ന ആ മതത്തിന് കേട് പേരുദോഷം വരുന്നത്. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും നിന്നെ ഹിന്ദു ആക്കാൻ സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഇനി ഏതായാലും മതം വിട്ട സ്ഥിതിക്ക് ഇനി വേറെ വല്ല കണ്ണനല്ലാത്ത വേറെ ആരെങ്കിലും പിടിച്ച് വരച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് കിട്ടും. നീ ഒന്ന് ക്രിസ്ത്യാനിറ്റിയിൽ ട്രൈ ചെയ്ത് നോക്കണം. യേശുവിൻ്റെ ചിത്രം വരച്ച് നോക്ക്, ചിലപ്പം കാസാകൂസനെ പോലത്തെ ആരെങ്കിലുമൊക്കെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ പൈസ ഉണ്ടാക്കാം. വീട് ഫസ്റ്റ് ഫ്ലോറിലപ്പോൾ ഉള്ളൂ, നമുക്ക് സെക്കൻഡ് ഫ്ലോറും കൂടെ പണിയാനുള്ള ചെറിയ പരിപാടികൾ നോക്കാൻ പറ്റും. അത് നീ ട്രൈ ചെയ്യണം. പക്ഷേ ഇതൊന്നും അല്ല ഇതിലെ കോമഡിറ്റോ. മതം വിട്ട ആള് വീട്ടിലെ പാൽകാച്ചൽ എങ്ങനെ നടത്തിയെന്നില്ലേ? ഇതാണ്. ജസ്ന സലീമിന് ഇനി മതമില്ല, മനുഷ്യനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഹൗസ് വാമിംഗ് ഒഫീഷ്യലായിട്ട് വരുന്നത് ജൂൺ 1-ാം തീയതിയാണ്. ഇന്ന് പുലർച്ചെ സുബഹി നിസ്കാരത്തോടൊപ്പം ഞങ്ങൾ വീട്ടിലേക്ക് കയറി. മതം വിട്ട ആളാണ്, മതം വിട്ടാലും വേണ്ടില്ല, പാലുകാച്ചൽ സുബഹിസ്കാരം കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. അത് വല്ലാത്തൊരു പൊളിയായി പോയി. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത്? അതും ഒരേ ദിവസം ഒരേ ഡ്രസ്സിൽ ഒരേ സമയത്ത് എടുത്ത വീഡിയോസ്. ഇമാതിരി നാടകങ്ങൾ കണ്ടിട്ടെ സത്യം പറഞ്ഞാൽ ഈ നാടകങ്ങൾ കാണുമ്പം ഈ മുസ്ലിങ്ങളെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് ചിരിയാണോ എന്താ സഹതാപാണോ എന്താന്നുള്ള അവസ്ഥ. പക്ഷെ ഇത് കണ്ടിട്ട് പുളകം കൊള്ളുന്ന സംഖ്യകൾ ആരുണ്ടെങ്കിൽ നീ അവരെ പിടിക്കുന്നതായിരിക്കും നിനക്ക് ഏറ്റവും നല്ലത്. ഇതുപോലെ നിന്നിട്ട് ഓരോ ദിവസവും പലതും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പാട്ടുകൾ ഇട്ടിട്ട്, റീൽസ് ഇട്ടിട്ട്, അതെല്ലാം നമ്മൾ അരുണേട്ടൻ്റെ കൂടെയുള്ള കുറേ വീഡിയോസ്, ഈ വീഡിയോസ് ഒന്നും കൊണ്ട് പച്ച പിടിക്കുന്നില്ല. പണ്ട് ചിത്രം വരച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറേ ആൾക്കാർ കാണാണ്ടായിരുന്നു. കുറേ നാടകങ്ങൾക്ക് ആൾക്കാർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തപ്പം നമ്മളങ്ങ് ഒരുപാട് വിജൃംഭിച്ചു പോകുന്നല്ലോ മമ്മൂട്ടി പറഞ്ഞ പോലെ. അത് പോയാലാണ് നിൻ്റെ കയ്യിൽ നിന്ന് പോയത്. അതിൻ്റെ ഇടയ്ക്ക് നീ കുറേ ഇസ്ലാം വിരോധവും പറഞ്ഞ് നടന്ന്, നീ കുറേ അതും പറഞ്ഞ് നടന്ന്, അവസാനം മൊത്തത്തിൽ അണ്ണാക്കിൽ അടിച്ചു കിട്ടിയൊരു അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം നീ പോയതുകൊണ്ട് ഇവിടെ ആർക്കും ഒന്നുമില്ല. ആദ്യം നീ അത് മനസ്സിലാക്കുക. നീ ഇങ്ങനെ പേടിപ്പിക്കാൻ മറ്റേ ഈ ഓലപ്പടക്കം കത്തിച്ചിട്ട് തൂറ്റിക്കുക നീ ആൾക്കാരവിടെ. നിൻ്റെ സത്യം പറഞ്ഞല്ലോ, നീ ചെയ്യുന്നൊരു പടി അത് മര്യാദയ്ക്ക് ചെയ്തിട്ട് ഈ മതത്തിനെ കുറ്റം പറയാണ്ട്, അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും മതങ്ങളെ അടുപ്പിക്കാൻ നിൽക്കാണ്ട് ചെയ്യുന്ന പണിയെടുക്കുക. ബാക്കിയുള്ള മതവിശ്വാസങ്ങളെ ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആ വിശ്വാസങ്ങൾ പറയാത്ത രീതിയിൽ നീ മോഡേണിറ്റിയും അതിൻ്റെ ഇടയിൽ കൂടെ കുത്തിക്കുഴപ്പം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എവിടെ എത്താണ്ടായി പോകും. നീ ആദ്യം മര്യാദയ്ക്ക് ചിത്രം വരച്ച് നടന്ന സമയത്ത് നിന്നെ ആരും എതിർക്കാൻ വന്നിട്ടില്ല, ഒരു മുസ്ലിമും നിന്നെ എതിർക്കാൻ വന്നിട്ടില്ല. നീ എന്തെങ്കിലും പോയി ചെയ്യുന്നേ പറഞ്ഞിട്ടുള്ളൂ. അന്ന് സംഖ്യകൾ നിന്നെ ഏറ്റെടുത്ത്, അതുകൊണ്ട് നീ കുറച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കി നീ വീട് വെച്ചു. സത്യം പല രീതിയിലും പല ആൾക്കാരുടെ സപ്പോർട്ടും ഒക്കെ നിനക്ക് കിട്ടിയിട്ടുണ്ട്, ഒക്കെ സത്യം.
അതല്ലാണ്ട് ഒരു ലിമിറ്റ് കഴിഞ്ഞ് പോകുമ്പോണ്ടല്ലോ, അത് ഇനിയിപ്പോൾ ഏത് സംഖ്യകളാണ്, സംഖ്യകളുടെ തലയിൽ ബോധം വിവരവും ചാണകം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു ലിമിറ്റ് കഴിഞ്ഞ് ചാണകത്തിലും ഇത് മുളയ്ക്കുമല്ലോ. അതാണ് ചാണകത്തിനും കുറച്ചൊക്കെ ഒരു വളം നമ്മൾ കൊടുക്കുന്ന ചാണകം, അതിലുണ്ട് കുറച്ചൊക്കെ ഒരു ബുദ്ധിയുള്ള മനുഷ്യന്മാർ. അപ്പോൾ ഒരു ലിമിറ്റ് ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കും. ഞങ്ങളെ ഊറ്റി കുടിച്ചോണ്ടിരിക്കാനുള്ള വിളന്ന് മനസ്സിലാക്കുമ്പം അവർ തട്ടി. അതാണ് നടന്നത്. അപ്പോൾ ഇനി എങ്ങനെയെങ്കിലും പഴയതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ 4 കാശുണ്ടാക്കി ജീവിക്കാൻ നോക്കും ഇവിടുന്ന് അങ്ങോട്ട്. ഇനി ഈ മതത്തിനെ തമ്മിൽ അടുപ്പിക്കാണ്ട്, കുറ്റം പറഞ്ഞ് നടക്കാണ്ട്, അല്ലെങ്കിൽ ഇവരിത് പറഞ്ഞു മറ്റവരിതും പറഞ്ഞ് നടക്കാണ്ട് എങ്ങനെയെങ്കിലും കഞ്ഞി കുടിച്ച് ജീവിക്കാനുള്ള വക ഉണ്ടാക്കാൻ നോക്കുക. ഈ പരിപാടികളൊക്കെ നിർത്തിയിട്ട്. അതാവും എനിക്ക് ഏറ്റവും ബെസ്റ്റ്.